വാല്യൂ ആഡഡ് ടാക്സ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചിന്തിക്കുന്ന പലരും ബിസിനസ്സുകാരും ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കൂ, അത് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്യണം, അതേപോലെ തന്നെ ഇയർലി അതിൻ്റെ എല്ലാ റെക്കോർഡ്സുകളും കീപ്പ് ചെയ്യണം, 10 വർഷത്തേക്ക് അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇത് രജിസ്ട്രേഷൻ എടുത്തത് കൊണ്ട് നമുക്ക് ബിസിനസ്സിന് എന്താണ് ലാഭം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർക്കുള്ള ഉത്തരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽസ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഈ ടാക്സ് നിങ്ങൾക്ക് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ ആയിട്ട് കിട്ടുന്നതാണ്. റിട്ടേൺ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ അതിന് ടാക്സ് ആഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പർച്ചേസിന് ഡിഡക്റ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് കിട്ടുന്ന നെറ്റ് എഫക്റ്റ് പേയബിൾ ആണെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. റീഫണ്ട് ആണെങ്കിൽ 100 റിയാലിൽ കൂടുതൽ റീഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ കമ്പനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കാവുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് മെറ്റീരിയൽസ് കാര്യങ്ങൾ പർച്ചേസ് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് നിങ്ങളുടെ എക്സ്പെൻസസ്, അതായത് എക്സ്പെൻസ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിന് എന്ത് കിട്ടുന്നില്ല, നിങ്ങൾ അത് രണ്ടാമത് നിങ്ങളുടെ കസ്റ്റമറോട് നിങ്ങൾ കളക്ട് ചെയ്യുന്നോ ഇല്ല, നിങ്ങൾ അത് പേ ചെയ്യുന്നോ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊരു എക്സ്പെൻസസ് ആയിട്ടുണ്ടാവും. അപ്പോൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻസസ് ആയിട്ട് പോകുന്ന ആ ടാക്സ് നിങ്ങൾക്ക് എന്താണ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ട് തിരിച്ചാക്കാൻ പറ്റുന്നതാണ്.